സോ ഇനി ഞാൻ പറയുന്നത് ടോട്ടൽ എക്സ്പോർട്ട് സൈസ് ഓഫ് കേരളയെ കുറിച്ചാണ്. കേരളത്തിന്റെ ടോട്ടൽ എക്സ്പോർട്ട് സൈസിനെ കുറിച്ചാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്, കേരളത്തിൽ ഇത്രയും പോപ്പുലേഷൻ ഉണ്ടായിട്ടും അതിൽ 0.02 മാത്രമാണ് ശരിക്കും എക്സ്പോർട്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എ ഹ്യൂജ് ഗ്യാപ്പ് ഈസ് ദയർ. ഒരു അൺടാപ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് കേരളത്തിൽ ഉണ്ട് ഓൾറെഡി. അത് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ്. ഈ പറഞ്ഞ മെയിൻ പ്രോഡക്റ്റ് കാറ്റഗറീസ് ആണ് കേരളത്തിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ ഇതിനെല്ലാം വൻ ഡിമാൻഡും ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സോഴ്സ് ചെയ്യാനും പറ്റുന്നു. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്, കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിൽ നിന്ന് $4.77 ബില്യൺ എക്സ്പോർട്ട് ബിസിനസ് ആണ് നടന്നത്. എല്ലാവരും പറയും കേരളം ഒരു ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി സ്റ്റേറ്റ് അല്ല എന്ന് എല്ലാവരും പറയാറുണ്ട്. ബട്ട് എങ്ങനെയെങ്കിലും എന്റെ ചോദ്യം ഇതാണ്, എങ്ങനെ $4.77 ബില്യൺ എക്സ്പോർട്ട് ബിസിനസ് കേരളത്തിൽ നിന്ന് നടന്നു? ദാറ്റ് മീൻസ് ഇനി സർവീസ്, ഇപ്പം എല്ലാവരും അങ്ങനെയാണെങ്കിൽ ആൻസർ പറയാം, ഉത്തരം പറയാം, അത് IT ഉള്ളത് കൊണ്ടാണ്. എങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, അഗ്രികൾച്ചർ എക്സ്പോർട്സ് മാത്രം 4,699 crores കേരളത്തിൽ നടന്നു. അപ്പം അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം കേരളത്തിൽ there is a huge market is there. അത് അൺടാപ്പ് മാർക്കറ്റാണ്, ആക്ച്വലി ടാപ്പ് ചെയ്യാതെ കിടക്കുന്ന ഒരു മാർക്കറ്റാണ്. അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള അവസരം ഇഷ്ടം പോലെ ഉണ്ട്. അത് കറക്റ്റായിട്ട് വിനിയോഗിക്കുക.